Hi friends, welcome to AVTECHINFO. സാംസങ് ഈ അടുത്തിടയ്ക്ക് പുറത്തിറക്കിയ ഒരു ഫോണാണ് സാംസങ്ങിന്റെ ഗാലക്സി M31s. വളരെയധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ഫോൺ തന്നെയാണ് സാംസങ് ഗാലക്സി M31s. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സാംസങ് ഗാലക്സി M31sന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടാണ്. സോ അധിക സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പറയട്ടെ, വളരെ മികച്ച ഒരു ഡിസൈൻ തന്നെയാണ് ഇതിന്. അത്ര ഒരു വെയിറ്റ് ഒന്നും തോന്നിക്കുന്നില്ല. 203 grams ആണ് ഇതിനുള്ളത്, പക്ഷെ വലിയൊരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അടുത്ത അതിൻ്റെ സിം സ്ലോട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അറ്റ് എ ടൈം 2 നാനോ സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇടാൻ പറ്റുന്നതാണ്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കൊന്ന് പവർ ചെയ്യാം. സാംസങ് ഗാലക്സി M31s സെക്യൂർഡ് ബൈ നോക്സ്. അപ്പോൾ ഇതിൽ നോക്സ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് സാംസങ് ഗാലക്സി M31sന്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഡിസൈൻ വളരെ മികച്ചൊരു ഡിസൈൻ തന്നെയാണ്. ഇത് മുമ്പത്തെ M31 നിന്നും വ്യത്യസ്തമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പഞ്ച് ഹോൾ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബാക്കാണ്, പക്ഷേ മുമ്പത്തെ M സീരീസിനെ അപേക്ഷിച്ച് ഡിഫറെൻ്റ് ആണ്. ഗ്രേഡിയൻ കളേഴ്സിലാണ് അവൈലബിൾ. 2 കളേഴ്സിലാണ് വരുന്നത്. ഒന്ന് മിറാജ് ബ്ലാക്കും ഒന്ന് മിറാജ് ബ്ലൂവും. ഇങ്ങനെ നല്ലൊരു സോളിഡ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അടുത്തതായിട്ട് സാംസങ് ഗാലക്സി M31sന്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അതിമനോഹരമായ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇത് സൂപ്പർ AMOLED LED ഡിസ്പ്ലേ ആണ്. വളരെ ബ്രൈറ്റ് ആണ്, വിവിഡാണ്. AMOLED LED ഡിസ്പ്ലേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്സ് എല്ലാം പ്യുവർ ബ്ലാക്ക് ആയിട്ട് കാണിക്കും. ലോ ലൈറ്റ് കണ്ടീഷനിലും അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് സ്ക്രീൻ കാണിക്കും. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.5 inches ആണ്. കൂടാതെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി 405 ppi ആണ്. കൂടാതെ സ്ക്രീനിന് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകൾ ഒന്നും ഇതിനെ ഏൽക്കത്തില്ല. സാംസങ് ഗാലക്സി M31sൽ ഡ്യുവൽ 4G സപ്പോർട്ട് ചെയ്യും. കൂടാതെ വൈഫൈ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ഇതിന് ഞാനൊരു നെറ്റ്വർക്ക് ഇഷ്യൂസും എക്സ്പീരിയൻസ് ചെയ്തില്ല. അത്യാവശ്യം നല്ല മികച്ച കോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നെറ്റ്വർക്ക് ഡ്രോപ്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അടുത്തതായി ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസിൻ്റെ 9611 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇത് 10 nanometer ചിപ്സെറ്റാണ്. കൂടാതെ ഇതിൻ്റെ CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒക്ടാകോർ പ്രോസസ്സറാണ്. 4x2.3 GHz Cortex A73 and 4x1.7 GHz Cortex A53 ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഇതിൻ്റെ GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലി G72 MP3 ആണ്. എക്സിനോസ് 9611ഉം 1UI രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആകുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മീഡിയം ഗ്രാഫിക്സ് റിക്വയർമെൻറ്റുള്ള ഗെയിംസ് ലൈക്ക് സബ്വേ സർഫർ, ടെമ്പിൾ റൺ അങ്ങനത്തെ ഗെയിമൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ സാധിക്കും. ഹൈ ഗ്രാഫിക്സ് റിക്വയർമെൻറ്റുള്ള ഗെയിംസും എല്ലാം കളിക്കാൻ പറ്റും. പക്ഷേ ഒരു മീഡിയം സെറ്റിംഗ്സിൽ കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഗ്രാഫിക്സിൽ കളിക്കുമ്പോൾ കുറേ നേരത്തെ കളിക്കുമ്പോൾ ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ വരാൻ സാധ്യതയാണ്. ഈ ഫോണ് ബെസ്റ്റ് സ്യൂട്ടഡ് ആയിട്ടുള്ളത് ഡേ ടു ഡേ ടാസ്ക്, അതേപോലെ തന്നെ മൾട്ടിമീഡിയക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് 6000 mAh ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നേരത്തേക്ക് വീഡിയോ ആൻഡ് ഓഡിയോ പ്ലേ ബാക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അടുത്തതായി ഇതിൻ്റെ മെമ്മറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മെയിൻലി 2 വേരിയൻസിലാണ് വരുന്നത്. 6GB RAM 128GB ഇന്റേണൽ സ്റ്റോറേജിലും 8GB RAM 128GB ഇന്റേണൽ സ്റ്റോറേജിലാണ് വരുന്നത്. കൂടാതെ ഇതിന് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 512GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ UFS 2.1 സ്റ്റോറേജ് വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് ഒക്കെ ഹൈ ആയിരിക്കും. സോ ഫോണിന്റെ ഓവറോൾ പെർഫോമൻസ് കുറച്ചും കൂടെ നോർമൽ സ്റ്റോറേജിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അടുത്തതായി ഇതിന്റെ OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന OS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Android 10 ആണ്. കൂടാതെ ഇതിൽ വന്നിരിക്കുന്ന UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ തന്നെ One UI ആണ്. One UI കോർ വേർഷൻ 2.1 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇതിലെ സെക്യൂരിറ്റി പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ July 1st സെക്യൂരിറ്റി പാച്ച് ലെവലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നോക്സ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്സ് 3.5 ആണ് വേർഷൻ. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി തന്നെയാണ്. ഭയങ്കര ലൗഡൊന്നും അല്ല, പക്ഷെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. പിന്നെ ഇതിൽ ഡോൾബി അറ്റ്മോസ് ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോൾബി അറ്റ്മോസ് നമുക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ലഭ്യമാവുന്നത്. നോർമൽ ഹെഡ്ഫോൺ ആയാലും ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആയാലും ഡോൾബി അറ്റ്മോസ് ഫീച്ചർ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു സറൗണ്ട് എഫക്റ്റ് ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി വളരെ മികച്ച വീഡിയോ ക്വാളിറ്റി തന്നെയാണ്. യൂട്യൂബ് വീഡിയോസൊക്കെ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ സൂപ്പർ AMO LED ഡിസ്പ്ലേ ആയതുകൊണ്ട് വളരെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. അടുത്തതായിട്ട് ഈ ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയാണ്. കൂടാതെ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. അപ് ടു 25 വാട്ട്സ് വരെ നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആയതുകൊണ്ട് തന്നെ 0 to 100% ആവാൻ ഇതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97 മിനിറ്റ് ആണ്. 6000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇത് നല്ല മികച്ച ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. ഒരു നോർമൽ യൂസേജിനൊക്കെ ഒരു 2 ദിവസമൊക്കെ ഇതിന് ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഇതിന്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലൊരു കോഡ് ക്യാമറ സെറ്റപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 MBയും അൾട്രാ വൈഡ് ക്യാമറ 12 MBയും അതുപോലെ തന്നെ മാക്രോ ക്യാമറയും ഡെപ്ത് സെൻസറും 5 MB വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 MB ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സിംഗിൾ ടേക്കിനുള്ളൊരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ടേക്കിൽ നമുക്ക് ബെസ്റ്റ് മൊമെന്റ്, പിന്നെ സ്മാർട്ട് ഫിൽറ്റർ, സ്മാർട്ട് ക്രോപ്പ്, അതുപോലെ തന്നെ വീഡിയോ ആണെങ്കിൽ ഹൈപ്പർ ലാപ്സ്, ബൂമറാങ് ആൻഡ് ഒറിജിനൽ വീഡിയോ, ഇത്രയും ഔട്ട്പുട്ട്സ് ആണ് കിട്ടുന്നത്. ഇതിൽ ബെസ്റ്റ് മൊമെന്റ്സ് അപ് ടു 3 വരെ ലഭിക്കുന്നതാണ്. അതുപോലെ സ്മാർട്ട് ക്രോപ്പ് അപ് ടു 2, പിന്നെ സ്മാർട്ട് ഫിൽറ്റർ അപ് ടു 2. ഇത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്വൽസ് ഈ ഫോണിന്റെ റെയർ ക്യാമിൽ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ്. ഇതിന്റെ റെയർ ക്യാമിലായാലും ഫ്രണ്ട് ക്യാമിലായാലും മാക്സിമം 4K റെസൊല്യൂഷൻ വരെ വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കൂടാതെ ഇതിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് നടക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ മനസ്സിലാകും. ഇപ്പോൾ കാണുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയോട് റെക്കോർഡ് ചെയ്ത വിഷ്വൽസ് ആണ്. ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയിൽ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K ആണ്. കൂടാതെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ നടക്കുകയാണ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. കൂടാതെ ഇതിൻ്റെ മൈക്കിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റീസും മനസ്സിലാവുന്നതാണ്.
അടുത്തതായിട്ട് ഇതിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കൂടാതെ ഫേസ് അൺലോക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡ് മൗണ്ടഡ് ആണ്. അത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഫേസ് അൺലോക്ക് ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് ആണ്. 20,000 താഴെ ലഭിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോണാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M31s. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ, ബാറ്ററി, ക്യാമറ ആൻഡ് സെക്യൂരിറ്റി നാലും തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ചൈനീസ് ഫോണിനെ അപേക്ഷിച്ച് മച്ച് മോർ സെക്യൂർ ആയിരിക്കും സാംസങ്ങിൻ്റെ ഫോൺസ്. ഞാനിത് സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. നിങ്ങൾ സാംസങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ആൻഡ് സ്റ്റേ സേഫ്.